അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണ ബീർ എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത് ഒരു ബീറാണ് കേട്ടോ. അതെ, ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ബീറാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത്. ആ ഒരു ബീറാണ് ഈ കാണുന്ന പീച്ച് ബീർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സംഭവം നോൺ ആൽക്കഹോളിക് ആയുള്ള ഒരു ബീറാണ്. ഇപ്പം ഇതിൻ്റെ നോൺ ആൽക്കഹോളിക് ബീർ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിലൊക്കെ കാണുന്നതാണ്. ഞാൻ ഷെൽഫിലൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് വാങ്ങിച്ച് ഇതുവരെ കുടിച്ചില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അധികം സമയങ്ങളാണ് നമുക്കിത് പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള ടേസ്റ്റ്. അപ്പോൾ ഇത് ഒഴിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, പൊട്ടിക്കാം. അപ്പോൾ ഇതേപോലുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഈ സാധനം ഇപ്പോൾ പൊട്ടിക്കുമ്പോഴേ ചെറിയ പേടിയാണ്. ആഹാ, മറ്റേ കിംബൂജിയാണ് നമ്മൾ പൊട്ടിച്ചപ്പോൾ ഒന്നും പൊട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ എനിക്ക് വലിച്ചു പൊട്ടിക്കുമ്പോൾ ചെറിയ പേടിയാണ്. സ്മെല്ല് ബീറിൻ്റെതായിട്ടുള്ള യാതൊരു സ്മെല്ലും ഇല്ല. നമ്മുടെ മറ്റേ ആപ്പിളിൻ്റെ ഫിക്സ് ഒക്കെ ഇല്ലേ, ആ സാധനമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ശരിക്കും ബീറിൻ്റെ സ്മെല്ലൊക്കെ ഇട്ടാണ്ട് റെഡ് സാധനം. അപ്പോൾ ഇത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പറത്താം. ബീർ പോലെ പതയുണ്ടോ എന്ന് നോക്കി നോക്കാട്ടോ. അതേ പതഞ്ഞ് കയറി വരുന്നു. ഇതേ ഗൈസ്, ഇതേ നല്ല പതിയുണ്ട്. ബീർ പോലെ തന്നെ പതിയുണ്ട്. ഇത് അടിയിൽ കളറും കണ്ട. അപ്പോൾ ഇത് നമുക്ക് കുടിച്ചു നോക്കാം. കൊള്ളാം. ഇതിൽ എത്രത്തോളം പതിയുണ്ടെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഈ ഒരു പതോട് കൂടി തന്നെ കുടിച്ചു നോക്കാം കേട്ടോ. കേട്ടാ, ഇപ്പോഴും ഉള്ള പദം നിറഞ്ഞിക്ക് തന്നെയാണ്. ഇതേ ഇനി ക്ലാസ്സിൽ പദം മാത്രമുള്ളൂ. പദം മാത്രം പകുതി ക്ലാസ് ഉണ്ട്. ബീറിൻ്റെ ഒക്കെ പദമാണെങ്കിൽ ഇതിന് മുന്നേ വറ്റിപ്പോയാട്ടോ. ഇത് പെട്ടെന്നൊന്നും പറ്റുന്നില്ല. അപ്പോൾ സംഭവത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടേസ്റ്റ് എന്താ പറയാന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് അല്ല അത്. ഒരു പ്രത്യേക ഒരു തരം ടേസ്റ്റ്. ഇപ്പോൾ എനിക്ക് ഉദാഹരണം പറയാനും കിട്ടുന്നില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ്. 330 ml ക്വാണ്ടിറ്റി വരുന്ന ഈ ഒരു സംഭവത്തിൻ്റെ വില എന്ന് പറയുന്നത് 99 രൂപയാണ് MRP വരുന്നത് കേട്ടോ. കുഴപ്പമില്ല, ചില്ലുകൂപ്പിലാണ് വന്നുള്ളത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ ഒരു സംഭവം ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുമ്പോൾ ഈ ഒരു സംഭവം ചില്ലുകൂപ്പി അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും നമ്മുടെ ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അത്രയും കെയർ ചെയ്തിട്ടാണ് അവിടുന്ന് ഒരു പാക്ക് ചെയ്തയക്കുന്നത് ചില്ലുകൂപ്പികളൊക്കെ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് പറയാണ്ട് പോകാനും പറ്റില്ല. കാരണം ഇത്ര നന്നായി പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. ശരിക്കും നമുക്ക് ഫാമിലി ഫംഗ്ഷനുകളിൽ നോൺ ആൽക്കഹോളിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു ബീർ തന്നെയാണ്. ജസ്റ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 10 ഒരു 7 റേറ്റിംഗ് കൊടുക്കണം. 7 റേറ്റിംഗ് എന്നുള്ളത് തന്നെയാണ്. അതിനെ മുകളിലേക്കൊന്നും കൊടുക്കാനുള്ള എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ സംഭവം കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതോ. നിങ്ങൾക്ക് എന്താണ് കഴിച്ചിട്ട് തോന്നിയുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോയിൽ കാണാം.